ഇന്നൊരു വ്യത്യസ്തമായ ചിക്കൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ തക്കാളി വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് വെളുത്തുള്ളിയും കരിവേപ്പിലയിട്ട് മിക്സിയിലേക്ക് അടിക്കുക. എനിക്ക് കറണ്ട് പോയതുകൊണ്ട് മിക്സി അടിക്കാൻ പറ്റില്ല, ഉടച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ നെയ്യ് ഒഴിച്ചതിന് ശേഷം 2 കറാമ്പിടുക. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അരിഞ്ഞു വെച്ച വറ്റൽമുളക് എല്ലാം കൂടി ഈ പാനിലേക്കിട്ട് നല്ല ഇളക്കുക. നമ്മുടെ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ല ഇളക്കി നമ്മുടെ ഉള്ളി ഒരു വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചെരുവേത് ഇടുക. ഇത് നല്ലോണം ഇളക്കുക. നമ്മുടെ തേങ്ങയ്ക്ക് ഒരു ബ്രൗൺ കളർ വരാനാകുമ്പോൾ നമുക്ക് മസാല ഇടാം. ഇതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ളി ഗരം മസാലപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ ചിക്കൻ പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഇടുന്നത് നമ്മുടെ കാശ്മീർ ചില്ലി 2 ടീസ്പൂൺ. എല്ലാം കൂടി നല്ലോണം ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു കഷ്ണം മാഗി ക്യൂബ്സും കൂടി ഇടുക. ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തക്കാളി അവിടെ മാറ്റി വെച്ചിട്ട് അതും അതിലേക്ക് ഒഴിക്കുക. തക്കാളി മിക്സിയിൽ ഇടക്കാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അതിലിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പരക്കിയ ചിക്കൻ അതിലിട്ട് നല്ലോണം ഇളക്കി ആവശ്യാനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. എല്ലാം നല്ലോണം കൂട്ടി യോജിപ്പിച്ചിട്ട് വേവിക്കാൻ വെക്കുക. ഇത് നല്ല സൂപ്പർ കറിയാണ്. നമുക്ക് ചപ്പാത്തി, ഇടിയപ്പം, ചോറ്, നെയ്ച്ചോറ് എല്ലാത്തിനും പറ്റിയൊരു അടിപൊളി കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ്, അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എപ്പോൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറീനെയും കാട്ടി വ്യത്യസ്തമായൊരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എനിക്കൊരു ലൈക്ക് തരാനും മറന്നു പോകരുതേ. ഇനി ഞാൻ അടുത്ത പുത്തൻ വീഡിയോയുമായി നാളെ തന്നെ വരും. മറന്നു പോകരുതേ ഈ റെസിപ്പി ഉണ്ടാക്കാൻ.